പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൊവിഷണൽ കീ കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കേരള PSCയുടെ പ്രൊവിഷണൽ കീ അനുസരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹാരപ്പൻ സംസ്കാരം ഇരുമ്പ് യുഗം എന്ന് പറയുന്ന മൂന്നാമത്തത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നാലാമത്തത് ഓപ്ഷൻ സി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 5 ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്പറേഷൻ ഗംഗ യുക്രൈനിലുള്ളവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അടുത്ത ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഭൂകമ്പനാഭി. അതുപോലെ തന്നെ എട്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 8 ഓപ്ഷൻ ബി ആണ് യുവത്വഘട്ടം. അതുപോലെ തന്നെ ഒൻപതാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 9 ഓപ്ഷൻ ഡി ആണ് ഡയമണ്ട്. അടുത്ത പത്താമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കേപ്പനാണ്. അതുപോലെ തന്നെ 11ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി 11 ഓപ്ഷൻ സി ഇടുക്കിയാണ്. 12ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 12 ഓപ്ഷൻ എ ഗ്രീൻ ഫീൽഡ്. 13ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. പഴം പച്ചക്കറികളുടെ ഉൽപ്പന്നം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 14ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 14 ഓപ്ഷൻ എ റാബി. 15ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി 15 ഓപ്ഷൻ സി ആണ് സിഡ്കോ. അടുത്ത 16ാമത്തതും ഓപ്ഷൻ സി ആണ്. 16 ഓപ്ഷൻ സി ന്യൂഡൽഹിയാണ്. അടുത്ത 17ാമത്താണെങ്കിൽ ഓപ്ഷൻ ഡി. ഇവയെല്ലാം വരുന്നുണ്ട്, പഞ്ചവത്സര പദ്ധതി ഇവയെല്ലാം. അടുത്ത 18ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്, ഫെബ്രുവരി 10. അടുത്ത 19 ആണെന്നുണ്ടെങ്കിലും ഓപ്ഷൻ എ ആണ് വരുന്നത്, ഫ്രഞ്ച് ആണ്. അടുത്ത 20ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ജവഹർലാൽ നെഹ്റു. അടുത്ത മാൻഡമസ് എന്താണ്, കൽപ്പന അല്ലേ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 22 എന്താണ്, മൗലിക ചുമതലകൾ 51 എ ആണ്. അടുത്ത കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാത്ത എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 23 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 23 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത 24ാമത്തേലേക്ക് വരുമ്പോഴത്തേക്കും ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി ചീഫ് ജസ്റ്റിസ്. അടുത്ത 25ാമത്തത് 25 വരുന്ന ഓപ്ഷൻ ഡി ആണ്. 25 വരുന്ന ഓപ്ഷൻ ഡി യൂണിയൻ ലിസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. 25 ഓപ്ഷൻ ഡി ആണ്. 25 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 26 നോക്കാം നമുക്ക്. 26 വരുന്നത് ഓപ്ഷൻ ബി. 26 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 27ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി. 27 ഓപ്ഷൻ സി മെഡിസെപ്പ്. അടുത്ത 28 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 28 ഓപ്ഷൻ ബി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കാണ് എന്ത്, സ്പെക്ട്രം. ഓക്കെ കേട്ടോ. അടുത്ത 29 ആണെന്നെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാം ജോസഫ് മുണ്ടശ്ശേരിയാണ്. നിതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അടുത്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നമുക്കറിയാം മുഖ്യമന്ത്രിയാണ്. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നത്, വില്ല്. 32 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 33 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി മെഡുലയാണ്. 34 ഓപ്ഷൻ ബി ആണ്. 34 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 35 ആണെന്നുണ്ടെങ്കിലോ 35 ഓപ്ഷൻ ഡി ആണ്, ഗൗട്ടാണ്. 36 നോക്കാം നമുക്ക്. 36 നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ശ്രദ്ധിക്കുക, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ് കേട്ടോ, സ്കീമാണ്. 36 എ ആണ് ശരി ഉത്തരം. അടുത്ത 37, ഞാൻ ഈ സ്ട്രെസ് പറയുന്നതൊക്കെ നിങ്ങളല്ല എന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ്. 37ാമത്തെ ആണെന്നുണ്ടെങ്കിൽ എയ്ഡ്സ് ആണ്, ഓപ്ഷൻ ഡി എലൈസ എയ്ഡ്സ് ആണ്. അടുത്ത 39 ആണെന്നുണ്ടെങ്കിൽ പോൾ വാൾട്ട് ഓപ്ഷൻ ബി ആണ് അല്ലേ, ഓപ്ഷൻ ബി. രണ്ടാം ചലന നിയമം 38 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 39 വരുന്ന ഓപ്ഷൻ എ ആണ്. 39 ഓപ്ഷൻ എ ആണ്. അടുത്ത 40ാമത്തെ ചോദ്യം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1, 2, 3. അതുപോലെ തന്നെ 41 ഒക്കെ ആണെങ്കിൽ EOS 06 ആണ്. EOS 06 ആണ്. 41 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 42 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 42. 43 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി. 43 ഓപ്ഷൻ സി ആണ്. 44 ആണെങ്കിലോ 44 ഓപ്ഷൻ സി ആണ് വരുന്നത്, ക്രോമിയം. 44 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത 45ാമത്തെ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ സി ആണ്. 45 ഓപ്ഷൻ സി ലീച്ചിങ് ആണ്. അടുത്ത 46 നോക്കാം. 46 ഓപ്ഷൻ ഡി ആണ്, വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. അടുത്ത 47 ആണെന്നുണ്ടെങ്കിലോ 47 ഓപ്ഷൻ സി ആണ്. 47 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 48 നോക്കാം നമുക്ക്. 48 എന്താണ്, 48 ഓപ്ഷൻ സി ആത്മകഥയാണ്. അതുപോലെ തന്നെ 49 ആണെങ്കിലോ 49 ഓപ്ഷൻ ബി ആണ്, ക്രിയേഷൻസ് ഓഫ് ആദം. അടുത്ത 50 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. 50 ഓപ്ഷൻ എ നൃത്തം ചെയ്യുന്ന കുടകൾ. അടുത്ത് 51 നോക്കാം, മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ 51ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 52 ആണെങ്കിൽ സി ആണ്.
53ാമത്തെ ചോദ്യമാണെങ്കിൽ സി ആണ്. 53 സി ആണ്. 53 സി ആണ്. 54 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. 54 ഓപ്ഷൻ എ ആണ്. 55 ഓപ്ഷൻ ബി ആണ്. 55 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 56ാമത്തെ ചോദ്യം നോക്കാം. 56ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 56 ഓപ്ഷൻ ഡി. 57 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 57 ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ ഡി ആണ്. 58 ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 60ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 60 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ മാക്സും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് 61 നോക്കാം. 61 ഓപ്ഷൻ സി ദാറ്റ് ആണ് വരേണ്ടത്. 62 ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. 63 നോക്കാം. 63 ഓപ്ഷൻ എന്താണ്? ഈ സെമിനാറിൽ ദ പ്രൊഫസർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഈസ് അറ്റൻഡിങ് ദ സെമിനാർ എന്നാണ് വരേണ്ടത്. 63 ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. 64 ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഇൻട്രോഗേറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 65 ആണെന്നുണ്ടെങ്കിലോ 65 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 65 ഓപ്ഷൻ ബി ആണ്. ശ്രദ്ധിക്കണം, മെമ്പറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മെമ്പറാണ് വരേണ്ടത്. അടുത്ത 66 നോക്കാം. 66 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 67 നോക്കാം. 67 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്, ടു റിമൈൻ ന്യൂട്രൽ. അടുത്ത 68 നോക്കാം. 68 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 68 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 69 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഗോവെൻറ്റ്. അടുത്ത 70ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, പുട്ടിനാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത 71 നോക്കാം. 71 തൊട്ട് മലയാളമാണ്. 71 സി ആണ് ശരി ഉത്തരം. 72 ബി ആണ് ശരി ഉത്തരം. 73 എ ആണ് ശരി ഉത്തരം. 74 ആണെന്നുണ്ടെങ്കിലോ 74 എ ആണ് ശരി ഉത്തരം. 75 നോക്കാം. 75 സി ആണ് ശരി ഉത്തരം വരുന്നത്. 75 സി ആണ് ശരി ഉത്തരം. അടുത്ത 76 ആണെന്നുണ്ടെങ്കിലോ 76 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 76 ഓപ്ഷൻ എ ആണ്. 77 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അതുപോലെ തന്നെ 78 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 78 ഓപ്ഷൻ ബി ആണ്. അടുത്ത 79 നോക്കാം. 79 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 80 നോക്കാം. 80ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ബി. 80 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 81 നോക്കാം. 81 തൊട്ട് നമ്മുടെ ഇതിലേക്ക് കിടക്കുകയാണ്, സ്പെഷ്യൽ ടോപ്പിക്കിലേക്കാണ്. 81 സി ആണ്, 23 വയസ്സ്. ഓക്കെ, അടുത്ത 82 ആണെന്നുണ്ടെങ്കിലോ 82 ഓപ്ഷൻ എ ആണ്. 82 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. എ എന്ന് പറയുമ്പോഴത്തേക്കും 1, 3, 4 ആണ്. 1, 3, 4. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 83 നോക്കാം. 83 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2, 3 മാത്രമാണ് ഇതിനകത്ത് എന്തായിട്ട് വരുന്നത്, ശരിയായിട്ട് വരുന്നത് 2, 3 മാത്രമാണ് അല്ലേ. 2, 3 മാത്രം. ഓക്കെ, 2, 3 മാത്രം. അടുത്ത് 84 നോക്കാം. 84 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 84 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 84 ഓപ്ഷൻ ഡി ആണ്. 84ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 85ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 86ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നമുക്ക് നോക്കാം. 86 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ സി ആണ് വരുന്നത്. 87 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി. 87 ഓപ്ഷൻ ഡി ആണ്. 88 ആണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 88 ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരി ഉത്തരം. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് ചിലതൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് ശ്രദ്ധിക്കുക. 88 വരുന്നത് ഓപ്ഷൻ ബി ആണ്. 89ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 89 ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണ്? 90 ഓപ്ഷൻ ബി ആണ്. 90 ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ 1, 3. ഓക്കെ, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. 90 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 91 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 91 ഓപ്ഷൻ എ ആണ്. 92 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 93 നോക്കാം. 93 വരുന്ന ഏതാണ്? 93 ഓപ്ഷൻ സി ആണ്. 93 ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി. സി എന്ന് പറയുമ്പോഴത്തേക്കും 2, 3 മാത്രം. 2, 3 മാത്രം. അടുത്ത 94 ആണെന്നുണ്ടെങ്കിലോ 94 ഓപ്ഷൻ എ. 94 ഓപ്ഷൻ ബി ആണ്. 94 ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ 95 ആണെന്നുണ്ടെങ്കിലോ 95 ഓപ്ഷൻ ഏതാണ്? 95 ഓപ്ഷൻ എ ആണ് കേട്ടോ. 95ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 60% എന്നാണ്. 60% ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 96ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ സി വിമുക്തിയാണ്. അടുത്ത 97 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. 97 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 98 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 98 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 98 ഓപ്ഷൻ ഡി ആണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ വരുന്നുണ്ട്? ഡി എന്ന് പറയുമ്പോഴത്തേക്കും 1, 3 വരുന്നുണ്ട്. 1, 3 വരുന്നതാണ് ഓപ്ഷൻ ഡി വരുന്നത്. 97ാമത്തെ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത 98 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് എന്ന് പറയുമ്പോൾ 1, 3 ആണ്. അടുത്ത 99ാമത്തെ വരെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 1, 2 മാത്രം അല്ലേ. 1, 2 മാത്രമാണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. 92 ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രമാണ്. അടുത്ത 100ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. 3ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 100ാമത്തത് ഓപ്ഷൻ സി ആണ്. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ
എന്ത് എക്സൈസ് ഓഫീസറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രൊവിഷണൽ ആൻസർക്ക് വന്നപ്പോൾ ഉള്ള മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വേണം നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. പോൾ ഇന്ന് രാത്രി 9 മണിക്ക് ഇടാമേ. എല്ലാവരും അതിന് മുന്നേ നിങ്ങളുടെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. പോൾ രാത്രി 9 മണിക്ക് ഉണ്ടാകും. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.